കൈരളിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പരാതിയായിട്ട് വന്നിരിക്കുന്നത് ചേർത്തലയിൽ നിന്ന് പ്രവീണാണ്. 2 കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ എവിടെയോ പോയിരിക്കുകയാണ്. എന്താ കാരണമെന്നറിയില്ല, എവിടെയാണ് അവരിപ്പോഴെന്ന് അറിയില്ല. അതിനൊരു നീതി കിട്ടാൻ വേണ്ടിയാണ് പ്രവീൺ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് പ്രവീണിനെ വിളിക്കാം. അതിനു മുൻപ് ബഹുമാനപ്പെട്ട ജഡ്ജിങ് പാനലിന് എൻ്റെ നമസ്കാരം. ചേർത്തല പ്രോപ്പറാണല്ലേ? അതെ. ആർട്ടിസ്റ്റാണ് പ്രവീൺ. അതെ. തെയ്യം ഭദ്രകാളി വേഷമാണ് കൂടുതലും. അമ്പലങ്ങളിലും ഒരു നാടൻപാട്ട് സമിതിയിൽ വർക്ക് ചെയ്യുകയാണ്. അറിയപ്പെടുന്നൊരു സമിതിയാണ്. ഇപ്പോൾ കേരളത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അതിനോടൊപ്പം കോൺക്രീറ്റ് കട്ടിങ്ങിൻ്റെ വർക്കാണ്, കെട്ടിടം പൊളിക്കുന്ന വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് വർക്കിന് പോകാൻ പറ്റുന്നില്ല. ചെറിയ വയ്യായിക്ക് എന്ത് വെച്ച് കാലെ കട്ടർ കൊണ്ടിരിക്കുക. ആരൊക്കെയുണ്ട് പ്രവീണിൻ്റെ വീട്ടിൽ? അച്ഛനും അമ്മയും 2 കുട്ടികളും ഞാനും. കൂടപ്പുറപ്പുകളായിട്ട് ഒരു സഹോദരിയാണ്. സഹോദരനെ കെട്ടിച്ചു ആലപ്പുഴയിലാണ്. കുടുംബ വീട്ടിൽ താമസിക്കുന്ന പ്രവീൺ. കുടുംബ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയുണ്ട്. അച്ഛനും അമ്മയും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 10 വർഷം. 10 വർഷമായി. എന്താ പേര് ഇവരുടെ? വൈഫിൻ്റെ പേര് ആൽഫ എന്നാണ്. ആൽഫ. ഞങ്ങൾ സ്നേഹിച്ചു വിവാഹം കഴിച്ചതാണ്. ഒരു ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുത്തത്. കാര്യം ഞാൻ 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. 10ാം ക്ലാസ് തോറ്റു. ഞാൻ കലാപരിപാടിയായിട്ട് മുമ്പോട്ട് പോയായിരുന്നു. ഞാൻ വേറൊന്നും പഠിത്ത കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല. ഉള്ളതാണ്. അതിനുശേഷം ഞാനൊരു പ്രോഗ്രാമിന് വെച്ച് പരിചയപ്പെട്ടതാണ്. അല്ലല്ല, എൻ്റെ പ്രോഗ്രാം ഞങ്ങൾക്ക് എൻ്റെ വീട് അർത്തുങ്കൽ പള്ളിയുടെ പറ്റിയാണ്. ഞാൻ ഒരു മണി ഉച്ച മുതൽ 7 മണി വരെ വിളന്തിരക്കി അരൂര് മുതൽ ആലപ്പുഴ ടൗൺ മൊത്തമുള്ള സ്കൂൾ, നേഴ്സറി സ്കൂൾ വരെയും കയറി ഇറങ്ങി. അപ്പോൾ ആർക്കും അറിയത്തില്ല. ഡേ കെയർ വൈകുന്നേരം വരെ ഡേ കെയറൊക്കെ കയറിയിട്ട് ആർക്കും അറിയത്തില്ല. അങ്ങനെ എല്ലാവരും ചോദിക്കുന്നത് ഈ സമയത്ത് പരീക്ഷ തീരാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാം ഫൈനൽ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒരു സ്കൂളിൽ നടത്തത്തില്ല എന്ന് പറയും. പിന്നെ എനിക്ക് സംശയം, ഇനി ഫോൺ ഓഫ് കാലഘട്ടമാണ്, തട്ടിക്കൊണ്ടുപോയോ അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് അവരുടെ അമ്മായച്ചനും അമ്മായിമ്മയും അവർ കുറേ ആങ്ങളമാരെല്ലാം കൂടെ വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ താലി ഊരി വെച്ചിട്ടുണ്ട്. അത് മാത്രം വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സ്വർണ്ണം എടുത്തു. എന്നിട്ടൊരു ലെറ്ററും ഉണ്ട്. എന്നെയും കുഞ്ഞുമക്കളെ 2നെയും നോക്കണം, പ്രവീൺ ആത്മഹത്യ ചെയ്തു, ഞാൻ പോകുന്നു എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്. ആരുടെ കൂടെയാണെന്ന് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഈ പോയത് ഞാൻ 2 മാസം ഇവരുമായിട്ട് പരിചയമുള്ളൂ. പക്ഷേ എന്നെക്കൊണ്ട് അളിയാന്ന് വിളിപ്പിക്കുകയും അവളുടെ സ്വന്തം ആങ്ങളെ ഇറക്കി വിട്ടതാണ്, അപ്പനെ അമ്മനെ ഇവരെയൊക്കെ. അങ്ങനെ ഇവളെ ആങ്ങളെയായിട്ട് കരുതിയെന്ന് പറഞ്ഞ് ഞാഞ്ഞി എന്നവർ വിളിക്കണത്. അങ്ങനെ ഞാഞ്ഞി എന്ന് വിളിക്കുന്ന ഒരുത്തൻ്റെ കൂടെയാണ് പോയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആകെ ഇതായി. കാര്യം തിരക്കി ചെന്നു. അയാളെ എങ്ങനെ ആ ചെറുക്കൻ്റെ തറവാട്ട് വീട്ടിലാണ് ഇവരുടെ അപ്പനും അമ്മയും വാടകയ്ക്ക് താമസിക്കണേ. അപ്പം മുതലുള്ള പരിചയം? അപ്പം മുതലേ ഒരു 3 മാസത്തെ പരിചയം. പക്ഷേ അതിനിടക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കാണാൻ പറ്റാത്ത പലതും അവരുടെ ആ പയ്യൻ്റെ മൊബൈലാണ് പോലീസുകാർ പിടിച്ച് എനിക്ക് കിട്ടണത്. ആ മൊബൈലിനകത്ത് ഒരു ഭർത്താവ് നിലയിൽ കാണാൻ പറ്റാത്ത എല്ലാ രംഗങ്ങളും ഞാൻ കണ്ടു. എന്നിട്ടും ഈ കുഞ്ഞുങ്ങൾക്ക് 2ാം അമ്മയൊക്കെ നല്ലത് ആദ്യത്തെ തന്നെയാണെന്നുള്ളത് ഞാൻ പ്രവർത്തിക്കണ കലാഫീൽഡിൽ എല്ലാവരും പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന തിരുത്തപ്പെടും, കാര്യം തെറ്റുപറ്റാത്ത മനുഷ്യനില്ലെന്ന് പറഞ്ഞു.